മുതുതല AUP സ്കൂൾ. AC സൗകര്യത്തോടുകൂടിയ പ്രീ പ്രൈമറിയും 1ഉം 5ഉം ക്ലാസുകളും ഫിൽട്ടർ ചെയ്ത് ശുദ്ധീകരിച്ച് വിപുലമായ കുടിവെള്ള സംവിധാനം. കുട്ടികളുടെ ഭാവി ഞങ്ങളുടെ കയ്യിൽ സുരക്ഷിതം. മുതുതല AUP സ്കൂളിലല്ലേ നിങ്ങളുടെ കുട്ടികളും പഠിക്കേണ്ടത്. അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു. കുലുക്കല്ലൂരിൽ റോഡരികിൽ സ്ഥിരമായി കക്കൂസ് മാലിന്യം തള്ളുന്നവരെ വീട്ടിൽ പോയി പിടികൂടി പഞ്ചായത്ത് അധികൃതരും പോലീസും. ഏറെ നാളത്തെ പരിശ്രമത്തിന് ശേഷമാണ് മാലിന്യം തള്ളിയ വാഹനവും ഡ്രൈവറും പിടിയിലായത്. കൊപ്പം പേങ്ങാട്ടി പാതയിലെ കുലുക്കല്ലൂർ റെയിൽവേ ഗേറ്റ് മുതൽ ഇടുത്തറ വരെയുള്ള ഭാഗങ്ങളിലാണ് കക്കൂസ് മാലിന്യം തള്ളുന്നത് പതിവായി തുടർന്നത്. ഇതുമൂലം ഇവിടെ ദുർഗന്ധത്തിനും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടവരുത്തിയിരുന്നു. പൊറുതിമുട്ടിയ നാട്ടുകാർ ദിവസങ്ങളോളം ഇവിടെ സാമൂഹ്യവിരുദ്ധരെ പിടികൂടുവാൻ രാത്രി കാവലിരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇടവിട്ട ദിവസങ്ങളിലെത്തി മാലിന്യം തള്ളുന്ന സംഘം നാട്ടുകാർക്ക് പിടികൊടുക്കാതെ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. പ്രശ്നം ഗൗരവമായി എടുത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് VM മുഹമ്മദ് അലിയും 12ാം വാർഡ് മെമ്പറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ മുംതാസ് ലൈലയും രേഖാമൂലം ചെറുപ്പശ്ശേരി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും പോലീസും നാട്ടുകാരും ചേർന്ന് മുളയങ്കാവ് മുതൽ പേങ്ങാട്ടി ചെറുപ്പശ്ശേരി പ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ദിവസങ്ങളോളം നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് മാലിന്യം തള്ളിയ വാഹനത്തെക്കുറിച്ച് വിവരം ലഭിച്ചത്. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VM മുഹമ്മദ് അലി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ രാജൻ പൂതനാരി, നിസാർ മപ്പാട്ടുകര, മുംതാസ് ലൈല, മെമ്പർമാരായ അലി മക്കടയിൽ, KK സാജൻ എന്നിവരും പോലീസ് ഉദ്യോഗസ്ഥരും നടത്തിയ അന്വേഷണത്തിൽ കഴിഞ്ഞ ദിവസം വാഹനം പിടികൂടി. ആലിപ്പറമ്പ് പള്ളിക്കുന്ന് ഭാഗത്ത് ഒരു വീട്ടിൽ വാഹനം നിർത്തിയിട്ടതായാണ് കണ്ടെത്തിയത്. പള്ളിക്കുന്ന് സ്വദേശിയായ ജോസ് എന്ന മജീദാണെന്നും കണ്ടെത്തി. ഇയാളെയും ലോറിയും ചെറുപ്പശ്ശേരി പോലീസ് കസ്റ്റഡിയെടുക്കുകയും ചെയ്തു. ടാങ്കർ ലോറിയിൽ പ്രത്യേക വാൾവും പൈപ്പും ഉൾപ്പെടെ സജ്ജീകരിച്ചാണ് സ്ഥിരമായി റോഡരികിൽ മാലിന്യം തള്ളുന്നത്. പ്രതികൾക്ക് മാതൃകാപരമായ ശിക്ഷ നൽകണമെന്നാണ് ഗ്രാമപഞ്ചായത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത്.